ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇത് മൈൻക്രാഫ്റ്റ് ബേറ്റ ഗൈസ്. നമ്മൾ സ്റ്റീവായിട്ടാണ് കളിക്കുന്നത്, പക്ഷേ ഇതിൽ എലക്ഷൻ്റെ ഫോട്ടോയാണ് ഗൈസ് വരുന്നത്. എന്ത് കഷ്ടമാണ് ഗൈസ് ഇത്. ഇങ്ങനെ കറക്കി കളിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാം ഗൈസ്. ഞാനിപ്പോൾ കളിക്കാൻ പോണ വേൾഡ് വെച്ച ഞാൻ നേരത്തെ കളിച്ച് ബ്ലേസറോടൊക്കെ എടുത്തുള്ള ഇതാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലതും കിട്ടാണ്ടാവുമ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആക്കാം ഗൈസ്. അതൊക്കെ ഒരു ചെറിയ ചീറ്റിംഗ് ആണ്. നമ്മൾ മെയിനാണ് ഗൈസ്, അതൊരു ചീറ്റിംഗ് ആണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഗൈസ്. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വായിക്കും, ഞാൻ വായിക്കും ഗൈസ്. ഗൈസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയില്ല, പക്ഷെ ലൈക്ക് അടിക്കുക ഗൈസ്. നമുക്കൊരു ലൈക്കെങ്കിലും വേണം ഗൈസ്. കമൻറ്റൊക്കെ കുറവാണ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ചാനലിൽ 3 സബ്ബുള്ളൂ. അതും എൻ്റെ ബന്ധുക്കളാണ് ഗൈസ്, മെയിനാണ്. നമ്മൾ അവരൊന്നും കാണില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഗൈസ്. പുറത്തുനിന്ന് ആരെങ്കിലും ഒരൊറ്റ ആൾ വൺ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നമുക്ക് ഇതാവും ഗായ്സ്. നമ്മൾ ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് പറയാൻ പോണ്. ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ 6 ലൈക്കാണ്. 6 ലൈക്ക് ഗായ്സ്. മോളിൽ സോംബിയൊക്കെ ഉണ്ട്. സോംബി എന്താണ് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഇതെന്നെ മോബ് സ്പോണറാണ്. ഞാൻ ക്രിയേറ്റീവ് ആക്കിയിട്ട് ഉണ്ടാക്കിയാണ് ഗൈസ്, പേടിക്കണ്ട. അപ്പം നമുക്കിവിടെ നിന്നാൽ തന്നെ നമ്മളിങ്ങനെ ലൂട്ടൊക്കെ വന്ന് വീഴും ഗൈസ്. നമുക്കിതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണം. നമുക്ക് കണ്ട ഗൈസ്, ഒരു സ്കെലട്ടൻ വീണിട്ടുണ്ട്. അതാക്കണ്ടാവും, കാരണം നമുക്ക് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യണം പറഞ്ഞുകൊണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് ആ ലൂട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ട് വലിയ കാര്യമില്ല, ഗാർബേജാണ് ഗൈസ് അതൊക്കെ. അപ്പം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് ക്രിയേറ്റീവ് ആക്കണം, മനസ്സിലായോ? നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ പുതിയൊരു സംഭവം. നേരെ ക്രിയേറ്റീവ് ആക്കുക. ഇപ്പോൾ വേറെ സാധനം വന്ന് വീഴും ഗൈസ്. ക്രീപ്പറാണ് ഗൈസ്, കളിക്കല്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാം. നമുക്കൊരു സംഭവം വേണം. ബെൻസൊക്കെ എടുത്ത് പറയാം, ചെറിയൻ്റെ ആണ് വേണം. അപ്പം നമുക്ക് തുടങ്ങാം. ക്രീപ്പർ പറയണ ഇതിലൊരു വെപ്പ സാധനങ്ങൾ, അത് വരും നമ്മുടെ വീടൊക്കെ അടിച്ചു വരും. അതാണ് ക്രീപ്പർ. അങ്ങനെ ഇതിൻ്റെ മണ്ടക്കോട്ട് വെക്കുന്നു. നമ്മളിവിടെ ഇങ്ങനെ വെക്കണം. ഒരു ഇതും കൂടി വരുന്നുണ്ട്, അത് സോംബി അങ്ങനെ എന്തോ ആണ് വരുന്നത്. സോംബിയൊക്കെ വരുന്നത് ക്രീപ്പറൊക്കെ വരുന്നില്ല. സോംബി ചത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സോംബിയും ചത്തുണ്ട് ഗൈസ്. നമ്മുടെ അപ്ഗ്രേഡിങ് കഴിഞ്ഞുണ്ട്. നമുക്കിങ്ങനെ ചുറ്റും നടക്കാൻ പറ്റുമോ? ഇതേ പറ്റില്ല. അപ്പം നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ തോന്നണം. എന്നിട്ട് ഇവിടെ ഒരു ടോർച്ച് വെക്കുക, ഇവിടെ ഇതാക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് എപ്പോഴും ഉണ്ടാവുന്ന ഫാമിലി നോയ്സ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. എന്താണെന്ന്
കുത്തിരിപ്പുണ്ടാക്കുക അതന്നെ, വേറെ പണിയൊന്നുമില്ല ഗൈസ്. കോപ്പറാണ് ഗൈസ്. കോപ്പർ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. അവർ കുറച്ച് എമറാൾഡാണ് പെട്ടെന്ന് കണ്ടത് ഗൈസ്. നമുക്ക് ഈ ലൂട്ടൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പാപ്പത്ത് പോയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഗൈസ്, കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നടുക്കിൽ നിൽക്കണമൊന്നും കിട്ടില്ല ഗൈസ്. അതിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ഇത് പൊളിക്കണം, ഇതും പൊളിക്കണം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുക്കാൻ പറ്റും. അവർക്കാണെങ്കിൽ ഇത് വരാനും പറ്റില്ല. അത് ഗൈസ് നമ്മുടെ അപ്ഗ്രേഡിങ് കഴിഞ്ഞുണ്ട്. നമുക്കിനി ക്രിയേറ്റീവ് ഒന്ന് നോർമൽ ആക്കാം. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങനെ കയറുന്നു. ശരിക്കും പറക്കരുത്. നമ്മളിങ്ങനെ കയറുന്നു, ഇങ്ങനെ വരുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ വരുന്നു. സോംബി ഇത് അവിടെ നിന്നൊക്കെ ചാവുന്നു. നമ്മളിങ്ങനെ വരുന്നു, അതിനെ കൊല്ലുന്നു, നമ്മളിങ്ങനെ ലൂട്ടെടുക്കുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. നമ്മൾ 2 നില വീട് എന്നൊക്കെ പറയണ 2 നില മോബ് സ്പോണറാണ് ഗൈസ്. നമുക്ക് സർവൈവലാക്കാം. കാര്യം നമ്മൾ ചെറിയൊരു ചീറ്റിംഗ് ഒക്കെ ചെയ്യണം. അപ്പം ഗൈസ് ചീറ്റിംഗ് ഇല്ലാണ്ട് കളിയൊന്നുമില്ല. അപ്പോൾ ഗൈസ് പിന്നെന്തോ വരുന്നുണ്ട്, എന്തോ ഒരു ഇത് വരുന്നുണ്ട് ഗൈസ്. നമുക്കിത് അടിക്കേണ്ട ആവശ്യമില്ല. അടിക്കും ചെറുപ്പം വന്നിട്ട് കൊള്ളില്ല. നമുക്ക് ആരോസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ്റെ HP എന്താ കേസ് നമുക്ക് കിട്ടാത്തത്. നമ്മൾ ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. അപ്പം തന്നെ 6 മിനിറ്റായി നമ്മൾ ഇവിടെ നിന്നിട്ട്. 6 അല്ല 7 മിനിറ്റ് ആവണം. പക്ഷെ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട് കേസ്. ഈ നമ്മൾ മൗണ്ടൻ്റെ സ്ഥലത്താണ് സ്പോൺ അയക്കുന്നത്. അടുത്തന്നെ ഒരു വില്ലേജും ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിറയെ എമറാൾഡാണ് കേസ്. എൻ്റെ വീട് ഞങ്ങൾ കാണണം. നമ്മളൊരു ഗുഹനെ പിടിച്ച് വീടാക്കി വെച്ചിരിക്കുകയാണ് കേസ്. ഗുഹ തോണ്ടി എന്നിട്ട് കുറേ ടോർച്ച് വെച്ച് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി. മണ്ണും കൊണ്ടാണ് കേസ്. നാച്ചുറലാണ് എൻ്റെ വീട്. എന്നിട്ട് നമ്മൾ 34 ദിവസമായി കേസ്. 34 മൈൻക്രാഫ്റ്റ് ദിവസമായി ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു നെതർ പോർട്ടലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കേസ് നമുക്ക് ഇതാണ്ട് പോലെ 2 ചെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് നെതറിന്ന് കിട്ടിയ ലൂട്ടാണ് കേസ്. ലൂട്ടും കുറച്ചുണ്ട്. നോക്കണ്ട 7 എമറാൾഡാണ്. പിന്നെ ഡയമണ്ടിന് പിക്കാക്സ് ഞാൻ ഉണ്ടാക്കിയത് മറ്റേ ഷവലൊക്കെ അവിടെ നിന്ന് കിട്ടുകയാണ് കേസ്. നമുക്ക് 13 ഡയമണ്ട് ഉണ്ട്. പിന്നെ എനിക്ക് മറ്റേ ബ്ലേസ് റോഡ് 11 ഉണ്ട്. നമുക്ക് എൻഡർമാൻ്റെ എൻഡർപോളാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഡ്രാഗനെ കൊല്ലാം കേസ്. ഗൈസ് ഇത് ഞാൻ എടുക്കാണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ കോപ്പർ കൊടുത്ത് എനിക്ക് ആവശ്യമില്ല ഇതിനകത്ത്. ഞാൻ എപ്പോഴേ എടുക്കേണ്ടതാണ് ഗൈസ്. കാരണം ഇത് ഞാൻ എടുത്തില്ല, കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അത് വീടിൻ്റെ ഭംഗി കിട്ടും ഗൈസ്. എൻ്റെ ഇതൊക്കെ വളർന്നു ഗൈസ്. ഞാൻ ഇത് വളരാൻ വേണ്ടി ഇത്രയും ടോർച്ച് ഇവിടെ വെച്ചു. വളർന്നു. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറിച്ചെടുക്കാം അതൊക്കെ ഗൈസ്. ഇതിൻ്റെ എക്സിറ്റ് പോയിന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയാണ്. ഇത് തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മൾ എത്തൂല. നമുക്ക് മണ്ടക്കോട്ട് പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് പരിപാടികളൊന്നുമില്ല. എൻഡർമാനെ തപ്പണം. അതിന് രാത്രിയാണ് അല്ലേ. ഈ 64 കുഴിച്ചു മൂടണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ചീറ്റിങ് ഏതാണെന്ന് എല്ലാവരും അറിയും. അതിനിപ്പോൾ ഞാൻ ഗൈസ് രാത്രിയാവുണ്ട്. നമുക്ക് നമ്മുടെ മോബ് സ്പോണറിനുള്ളിൽ പോയിരിക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് വരുമ്പോൾ അപ്പം തന്നെ എൻ്റെ HP ഒക്കെ കളഞ്ഞില്ല. അതാകുമ്പോൾ നമുക്ക് ഉറങ്ങും വേണ്ട. ഒരു ദിവസം ഉറക്കൊഴിച്ചാൽ തേങ്ങ ഉണ്ടാവില്ല. അതാണ് ഗൈസ്. നമുക്ക് വേഗം പോവാം. എനിക്ക് വയ്യ ഗൈസ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇതിനകത്ത് ഓമ്പിയൊക്കെ വന്ന് ഇതാക്കും ഗൈസ്. സീനാക്കും.
സോംബിയൊക്കെ അടുത്തുണ്ട് അത്രേ. നമുക്ക് കൊണ്ട് നമുക്ക് രാവിലെ ഉണ്ട് നമുക്ക് വേഗം പോയി നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കണം. സോംബിയൊക്കെ ചത്തോണ്ടിരിക്കുകയാണ്, സോംബി ചത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങിയിട്ട് ഒറ്റോട്ടോടാ. നമ്മുടെ സാധനങ്ങളൊക്കെ നടക്കുന്നു, ഒക്കെ പോയി എടുക്കാം. മറ്റേ സാധനം ഗ്രൗണ്ട് സെൻറ്റർ പേളൊക്കെ നമുക്ക് കിട്ടി, ഗ്രാസ് ബ്ലോക്ക് കിട്ടി. നമുക്കൊക്കെ കിട്ടും കേസ് നമ്മുടെ ലൂട്ട്. നമുക്ക് ഇതൊക്കെ എടുത്തിടാം. എന്താ ഞാൻ മറ്റേ സാധനം വെച്ച് ഇതാക്കിയാണ്, ആർമർ ട്രിം വെച്ചിട്ട്. എൻ്റർമാനൊക്കെ എവിടെ ഗൈസ്, ഗൺ പൗഡറൊക്കെ ഉണ്ട് ഇവിടെ. ഒരു എക്സ്പ്ലോഷൻ തന്നെ നമുക്ക് 2-3 ക്രീപ്പർ എത്തു ഗൈസ്. ഒരു ക്രീപ്പർ വേറെ ക്രീപ്പറിൻ്റെ അടുത്ത് ഇതാക്കി. അപ്പം നമുക്ക് ഇത് കിട്ടി ഗൈസ്. നമ്മുടെ സ്റ്റോണല്ല അയൺ എടുക്കുക നമ്മളെ. നമുക്ക് ഇവിടെ എൻ്റർമാനുകളോ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റർമാൻ രാവിലെ ചാവില്ലല്ലോ ഗൈസ്, ഇത് എവിടെ പോയി കിടക്കുന്നു. ഇതിൻ്റെ അടിയിൽ ഇതിനകത്താണെങ്കിൽ എൻ്റർമാൻ വരില്ല ഗൈസ്. ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കും അതിനകത്ത്. എൻ്റർമാനൊക്കെ ഇവിടെ ഗൈസ്. നമുക്കൊരു എൻ്റർപേൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയോ അതിനാണ് അങ്ങനെയൊക്കെയോ ഫൈറ്റ് ചെയ്താണ് ഗൈസ്. അതിന് അതൊക്കെ എനിക്ക് മാത്രമേ അറിയൂ, നിങ്ങളൊന്നും കണ്ടില്ല ഗൈസ്. അത് ഞാൻ അപ്പോൾ ഓഫാക്കി ഇട്ടിരിക്കുന്നു ക്യാമറ. ഞാൻ അടിവാങ്ങണത് ചാവുന്നതെന്ന് നിങ്ങൾ കാണണ്ട. നമുക്ക് നാണക്കേടല്ലേ ഗൈസ്. എന്നാലും എൻ്റർമാൻ ഓടി. നമുക്ക് എൻ്റർമാനെയും ക്രിയേറ്റീവ് പോയി ചെയ്യേണ്ടി വരും തോന്നുന്നു. ഈ വീട്ടിൽ ഇപ്പോഴും ലൂട്ടടിക്കാത്ത കുറേ വീടുണ്ട് കേസ്. നമുക്ക് മൈനിങ്ങിന് പോയാലോ. 18 ടോർച്ചുണ്ട്, 36 കേസ്. മറ്റേത് റോട്ടൺ ഫെസ്റ്റ്. അപ്പം നമുക്കിതാ 8:13 8:13. ഗൈസ് മൈ ബിഗ് സിസ്റ്റർ കട്ടറേക്ക് ഫോൺ വേണത്ര. നമ്മൾ എന്ത് കാട്ടും. ഇതാണ് എൻ്റെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഗൈസ്. സീനാണ്. അങ്ങനെ വാ പിള്ളേർ ഓടി ഇരിക്കും. കല്ല് എനിക്ക് കിട്ടാത്ത. ഇത് പേടിക്കണ്ട, ഞാനൊരു നൂബാണ്. നമുക്കൊന്ന് കേവിങ്ങിന് പോകാം. എൻ്റർമാനെയാണ് ഇപ്പോൾ വേണ്ടത് അത്യാവശ്യമായിട്ട്. നമുക്ക് ഇവൻ്റെ എന്താ ട്രേഡ് നോക്കിയാലോ. കമോൺ ഇവിടെ മച്ചു എന്താ ട്രേഡ് ആണ് ഗൈസ്. ആ ട്രേഡില്ല എനിക്ക് ഗാസ് ഒന്നിനും കൊള്ളാത്ത. നമുക്ക് അവൻ്റെ ദിവമാൻ്റെ എന്തോ നോക്കാം. അതിനൊരു കണ്ടിട്ട് ഒരേപോലെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിതാ എൻ്റെ കയ്യിൽ എമറാൾഡ് 16 ഗ്രാനൈറ്റ് കൊടുത്ത് എമറാൾഡ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ക്ലേ എടുത്തുകൊണ്ട് കൊടുക്കാം. എൻ്റെ നിറച്ചും ക്ലേ ഉണ്ട്. അത് ട്രേഡിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേഗം ക്ലേ പോയി എടുക്കാം. ഗൈസ് ഇതെന്തോ ഇത് സ്പൈഡറിൻ്റെ വരുന്നതൊക്കെ ചൂണ്ടയൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ഈ വീട് ഞാൻ അതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ലൂട്ടടിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ നമുക്ക് ട്രേഡ് നോക്കാം. ഓക്കെ ഇവൻ എന്താണ് നോവിസാണ്. നമുക്ക് ഇവനൊന്ന് ലെവലപ്പ് ആക്കി എടുത്താലോ. വേണ്ട ഗൈസ് ഉണ്ടോ നമുക്ക് വേറെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ഗൈസ്. എൻ്റർമാൻ ഗൈസ്
നമുക്കൊരു എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാം പോയിട്ട്. നമുക്ക് കുറച്ച് തീറ്റ വേണം. ഫസ്റ്റ് നമുക്ക് പശുവിനെ കൊല്ലാം, എന്നാൽ ലെതർ കിട്ടുള്ളൂ. പശു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ലെതർ കിട്ടിയാൽ നമുക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബുക്ക് ഉണ്ടാക്കിയാൽ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കിതൊക്കെ അറിയോ? ഞാൻ അറിയാണ്ട് ചോദിക്കും. നമുക്ക് ഈ കൃഷിക്കാരൻ്റെ അടുത്ത് എന്താ ട്രേഡ് നോക്കാം. ഇവിടെ മച്ചു എന്താ ഉള്ളു? ബ്രെഡ്, ബീട്രൂട്ട്, മത്തയ്ക്ക, ആപ്പിൾ. ഇതൊക്കെ ആർക്കും വേണം. ഇവൻ എന്താ? ഇവൻ ഒരു പണിയും കൂലിയൊന്നുമില്ല. പശുവിനൊന്നും കാണാനില്ല. കണ്ടമാനം കിടക്കുന്ന ഇവിടെയൊക്കെ വെറുതെ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ കുറേ എണ്ണത്തിന് എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടാ 13 കിട്ടി. 20 ഉണ്ടായിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തീറ്റ കഴിഞ്ഞു. കണക്കും അറിയാണ് തീറ്റയ്ക്കും. പശു സപ്പറാണ്. ഓക്കെ, ലെതർ കിട്ടിയിട്ടുണ്ട്. ഇത്ര ഒന്നും പോരെ കഴിച്ചു. കുറച്ചുകൂടി എടുക്കാം. കുറച്ച് ഇതും കൂടി കിട്ടാം. ഒറ്റച്ചാട്ടം ഒറ്റയടിയാവാൻ ഡൗണ്. പക്ഷെ ഇതിനകത്തൊരു ചെസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിനടുത്തുണ്ട്. ഇതിന് മുമ്പ് ചെസ്റ്റൊക്കെ അടുത്തുണ്ടോ? തുറന്നു വയ്ക്കുക. അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഞാൻ ഇങ്ങനെ നശിപ്പിച്ച് വെച്ചു. വെള്ളമില്ല. നമുക്കിതെടുക്കാം. ഓസിന് കിട്ടിയ ഓസിനെടുക്കാം. അത് ഗൈസ് നല്ല പൂച്ചക്കുട്ടി എവിടെ ഇരുന്നു. ഗൈസ് ഇതിന് ഞാൻ ഒരു കോഴിക്ക് ശിക്ഷ കൊടുത്താണ്. ഗൈസ് വെറുതെ ഒരു സുഖത്തിന് ഞാൻ പറന്നുകൊണ്ടേ ഇരിക്കും ജീവിതകാലം പോകും. അങ്ങനെയുണ്ട് ഗൈസ്. നമ്മൾ അടിപൊളിയല്ലേ. പക്ഷേ ഈ വീട്ടിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഗൈസ് ഞാൻ കണ്ടുപിടിച്ച വില്ലേജാണ് കൊണ്ട് കയറിയിട്ട്. സ്റ്റോൺ കട്ടറൊക്കെ ഉണ്ട്. ഗൈസ് നമുക്ക് എടുത്തും കൊണ്ട് മുറിച്ചാലോ? കല്ലൊക്കെ എടുത്ത് അവിടെ ഇടാം. സ്ലാബ് ഉണ്ട്. നല്ല രസമുണ്ട് ഈ ശബ്ദം നോക്കാൻ. ഓക്കെ, കെട്ടാണ് കിട്ടിയത്. നമുക്ക് ആവശ്യമില്ല. കേസ് പറയാം. ഇങ്ങനെ ഒരെണ്ണം വെക്ക്. കറക്റ്റായി കഴിച്ചു. വെറുതെ ഇങ്ങനെ ഇട്ട് ഇവിടെ വെള്ളം നിറച്ച് വെക്കാം. വെള്ളം നിറച്ച് വെക്കാം. വെള്ളം നിറച്ചിട്ട് മീൻ ഇട്ടാലോ? അതായിരിക്കും നല്ലത്. ഫിഷ് ഇടാം. നമുക്ക് ഇനിയും എടുക്കാം. നമുക്കിനി കുറച്ചുകൂടി വെള്ളം. പിന്നെ നമുക്ക് ഇനിയും വെള്ളം വേണം. നമ്മൾ ഇനിയും കോരണം. വില്ലേജർ സ്വിമ്മിംഗ് പൂളാണ്. വേണ്ടവർക്ക് കയറുക, എടുക്കുക. നമ്മൾ എന്ത് ചെയ്യാനായിരുന്നു പോയത്? നമുക്ക് മറ്റേത് ഉണ്ടാക്കണം. എന്ത്? ബുക്ക് എന്നിട്ട് വേണം നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ. നമുക്ക് ആദ്യം വേണ്ട മറ്റേതാണ് ഷുഗർ കെയിൻ. പേപ്പർ ഉണ്ടാക്കണം. എത്ര പണിയാണ്. ലാവ വേണം, വെള്ളം വേണം. ഒപ്പിഡിന് ഉണ്ടാക്കണം. ലാവ വേണം, വെള്ളം വേണം. ഓക്കെ. സാധനം പോകും. നമുക്ക് ഈ 3 എണ്ണം കിട്ടിയ എച്ചിയാണ്. 3 എണ്ണം എച്ചിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ പടക്കുതിരകൾ. ഇതൊക്കെ ഞാൻ ഒരു
മൈൻകാർട്ടിൽ നിന്നൊക്കെ എടുത്താണ് എനിക്ക് ഈ സാഡിലൊക്കെ ഇട്ട് രാത്രിയാണെന്ന് വീട്ടിൽ പോകണം കടന്നു ഉറങ്ങണം. എന്നിട്ട് മതി ഒബ്സീഡിയനും ഇതൊക്കെ വെച്ചുണ്ടാക്കി. നമുക്ക് പേടിക്കുന്നുണ്ടോ? നമുക്ക് വേഗം പോവാ. ചത്തു പോവും. ഇന്ന് മാറിക്ക് വില്ലേജർ കേട്ടോ. ഓടിക്കോ നമ്മൾ വില്ലേജറിൽ പോലെയാണ്. ഈ രാത്രിയാണ് കണ്ട അപ്പോടും. കാരണം നേരത്തെ ഒരു എൻ്റർമെൻ്റിൽ നിന്ന് അടിവേണ്ടി ചത്തുള്ളൂ. അതിലടച്ച് ഓടുകൊണ്ട് കയറി വരും. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. എന്നിട്ട് പേപ്പർ ഉണ്ടാക്കണം. പേപ്പർ കറക്റ്റ് 3 പേപ്പർ ഉണ്ടാക്കാൻ നമുക്കൊരു ബുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഡയമണ്ട് പിന്നെ ഒബ്സിഡിയൻ നമുക്ക് കിട്ടും ഒരു എൻചാൻറ്റിങ് ടേബിൾ. നമുക്ക് ബാക്കി ഒക്കെ എടുക്കാം. ഡയമണ്ടും ജീസണ്ടും എടുക്കുക. നമുക്കിനി നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ എവിടെ? എൻ്റെ ഇൻവെൻ്ററിയിലോട്ടില്ല. അത് വയ്ക്കാം. നമുക്ക് ഈ എപ്പോഴെടുത്ത് സൂക്ഷിച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എൻഡർ ഡ്രാഗനെ കൊല്ലാൻ സ്വപ്നമായി തന്നെ ഇരിക്കും. ഓക്കെ സോംബിൻ്റെ ശബ്ദമൊക്കെ കേൾക്കണേ. സോംബിൻ്റെ ശബ്ദമല്ലേ, സ്പോർട്ടലിൻ്റെ ശബ്ദമാണ്. ഫസ്റ്റ് നമ്മുടെ ഇതൊക്കെ എൻജോയ് ചെയ്തു. ഗൈസ് എൻ്റെ പൂച്ച അവിടെ കിടന്ന് വയലൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്ത് കാട്ടാനാണ് ഉണ്ടാക്കാൻ? ലാപ്പിസൊക്കെ ഉണ്ട് നമ്മുടെ ഇത്. ഇനി നമുക്ക് എന്താ വേണ്ട എൻജാൻറ്റ് ചെയ്യും? ഒരു തേങ്ങയും വേണ്ടല്ലോ. എക്സ്പി ഇത് മാത്രം മതി. ഫസ്റ്റിന് എൻ്റെ ഫ്രോഡാണ്. എന്തൊക്കെയുണ്ട്? ഷാർപ്പ്നെസ് ഉണ്ട്, അൺബ്രേക്കിംഗ് ഷാർപ്പ്നെസ് ഉണ്ട്. ഇത് വയ്ക്കാം. ബെയിൻ ഓഫ് പാർത്തപ്പിച്ചാണ് സാധനം. ഷാർപ്പ്നെസ് നമ്മുടെ പിക്കാക്സ് ആണ്. പോയി പിക്കാക്സിലാകെ അൺബ്രേക്കിംഗ്. സോഡ് എടുക്കാം. ഇതിനകത്ത് ഒരു തേങ്ങയില്ല. ഇതോ നമുക്ക് ആർമറൊക്കെ എൻജാൻറ്റ് ചെയ്യാം. ആർമറൊക്കെ എൻജാൻറ്റ് ചെയ്യാം. ഒക്കെ എൻജാൻറ്റ് ചെയ്യാം. ഒക്കെ എടുത്തോടിയിട്ട് ഓക്കെ ഗൈസ്, നമുക്ക് ആർമർ ഓടി ചെയ്യാൻ ഗായ്സ്. എൻ്റെ ഇത് കഴിഞ്ഞു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അല്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.